ഇനി UAE ഒരു വ്യത്യസ്തനായ കഫറ്റീരിയ തൊഴിലാളിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ആഷിറിൻ്റെ ഷാർജ റോളയിലെ കഫറ്റീരിയയിലെത്തിയാൽ ആരും ഒന്ന് ഞെട്ടും. ഒരു വലിയ നിധിയാണ് ഹാഷിർ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എന്താണെന്നല്ലേ കാണാം. ലോകം മുഴുവനും ഒരിടത്ത് നിരന്നിരിക്കുന്നത് കാണണമെങ്കിൽ ഷാർജ കോർണിഷിലെ ഈ റോഡരികിലുള്ള കുഞ്ഞു കഫറ്റീരിയയിൽ വന്നാൽ മതി. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ ഈ കഫറ്റീരിയയിലെ തൊഴിലാളിയായ കോഴിക്കോട് സ്വദേശി ഹാഷിറിനെ കുറിച്ച് കൂടി അറിയണം. കഫറ്റീരിയയാണ്. നിന്നു തിരിയാൻ പോലും പലപ്പോഴും സമയം കിട്ടില്ല. മിക്കവാറും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യേണ്ടതായും വരും. ഇങ്ങനെ ജോലി തിരക്കുകൾ ഏറെയുണ്ട്. പക്ഷേ ഈ യുവാവ് തന്റെ ഇഷ്ട ഹോബിക്ക് പിന്നാലെ എത്ര വേണമെങ്കിലും സഞ്ചരിക്കും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. അതാണ് ഹാഷിർ. തന്റെ കടയിൽ ഏതൊരു രാജ്യക്കാരൻ വന്നാലും ഹാഷിറിന് ചോദിക്കാനുള്ളത് അവരുടെ നാട്ടിലെ എന്തെങ്കിലും പണം കയ്യിലുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അവർ പറയുന്ന പണം നൽകി ഹാഷിർ അത് സ്വന്തമാക്കും. പലരും ആദ്യം ചോദ്യം കേട്ട് അമ്പരക്കുമെങ്കിലും പിന്നീട് ഹാഷിറിന്റെ ഈ ഇഷ്ടം മനസ്സിലാക്കി മനസ്സു നിറഞ്ഞ് അവരുടെ രാജ്യത്തെ പണം നൽകി പോകും. ഇങ്ങനെ വർഷങ്ങളായുള്ള ഹാഷിറിന്റെ ശേഖരമാണിത്. ഇങ്ങനെ വർഷങ്ങളായി പലയിടത്തു നിന്നും ഹാഷിർ ശേഖരിച്ചവയാണ് ഇത്. കാണുന്ന ആരെയും അമ്പരപ്പിക്കുന്ന നിധി. ഇത് തന്നെയാണ് എൻ്റെ സമയം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതായത് ഇങ്ങനെ ഒഴിഞ്ഞ സമയങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞാലൊക്കെ പല ആൾക്കാരായിട്ട് ബന്ധപ്പെടും. ഇവിടെ വരുന്ന കസ്റ്റമർ, ഇവിടെ ഫുൾ ഹോട്ടലുകളാണ്. ഇവിടുന്ന് വരുന്ന കസ്റ്റമറുകളൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് അവരോട് ചോദിക്കും. അവരെനിക്ക് അവരെ കറൻസികളെ തരും. അതുതന്നെയാണ് എൻ്റെ കളക്ഷനിലേക്ക് കൂടുതലായിട്ടും കിട്ടിയത്. എൻ്റെ കസ്റ്റമർ ഏകദേശം ഈ പുറത്തുള്ള രാജ്യക്കാരാണ്. അവരിവിടെ വരും. അവർ വന്നിട്ട് എന്നോട് ചോദിക്കും. ഇങ്ങനെ എൻ്റെ ക്യാമറ എൻ്റെ ഈ ആൽബത്തിലൊക്കെ കാണിച്ചു കൊടുത്താൽ അവർക്ക് വലിയൊരു സംഭവമായിട്ട് മാറും. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കറൻസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് തരും അവരെ കറൻസി. അങ്ങനെയാണ് കൂടുതലും ഞാൻ ശേഖരിച്ചത്. വാണിമേൽ MUP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൗതുകത്തിന് വേണ്ടിയാണ് ഹാഷിർ ഇത്തരത്തിൽ കറൻസി ശേഖരണം ആരംഭിച്ചത്. അന്ന് അമ്മാവൻ നൽകിയ 10 ഗൾഫ് നാണയങ്ങളുമായാണ് ഹാഷിർ ഈ രംഗത്തേക്ക് ചുവടുവെച്ചത്. 6ാം ക്ലാസ് പഠന സമയത്ത് സ്കൂളിൽ നടന്ന നാണയ പ്രദർശനത്തിലേക്കായിരുന്നു ഹാഷിർ അവ ശേഖരിച്ചത്. പിന്നീട് ഇന്നുവരെ ആ ശീലം കൂടെയുണ്ട്. ജീവിതത്തിൽ ഹാഷിറിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും ഇതുതന്നെയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ഒരു കളക്ഷനാണിത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മാവൻ എനിക്ക് കുറച്ച് കോയിന് തന്നതാണ്. അതിൽ നിന്ന് തുടങ്ങിയ ഒരു കളക്ഷൻ ഞാനിന്ന് ഇന്നുവരെ നിർത്താതെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ നിലവിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ രാജ്യത്തെ കറൻസികളും എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിൽ ഗവർണർ ഒപ്പിട്ട ഏകദേശ കറൻസികളും അതും എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഓരോ കൺട്രീസിൻ്റെയും ഈ കൊമോറേറ്റീവായ കോയിൻസുകൾ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഫാൻസി നമ്പറോട് കൂടിയ, അതുപോലെ വെറൈറ്റി, ഓരോ രാജ്യത്തിൻ്റെയും വെറൈറ്റികളായ ഓരോ കറൻസികളുണ്ടാവും. അതൊക്കെ ഞാൻ എൻ്റെ ശേഖരണത്തിൽ വെച്ചു. വെറുതെ കാണുന്ന നോട്ടുകൾ എടുത്തു വെക്കുന്നത് മാത്രമല്ല ഹാഷിറിന്റെ രീതി. കൃത്യമായ വ്യത്യസ്തതകളുള്ള നോട്ടുകളാണ് ഹാഷിറിന്റെ കൈവശമുള്ളവയെല്ലാം. UAE ഒരു കാലത്ത് ഇന്ത്യൻ നോട്ട് വിനിമയത്തിന് ഉപയോഗിച്ചു എന്നതിന് തെളിവായുള്ള 2 രൂപ കറൻസി, പോർച്ചുഗീസുകാർ ഉപയോഗിച്ച അൾട്രാമറീന കറൻസി, 1874 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഉപയോഗിച്ച കറൻസി, പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നായിരുന്ന കാലത്തെ കറൻസി, UAEയും ഖത്തറും ഒരു രാജ്യമായിരുന്ന കാലത്ത് ഉപയോഗിച്ച കറൻസി, അതോടൊപ്പം UAEയും ഇന്ത്യയും ഇറക്കിയ മുഴുവൻ കറൻസി സീരീസുകളും എന്നിവയുൾപ്പെടെ ഹാഷിർ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ UAE ഇറക്കിയ പോളിമർ നോട്ടുകൾ
ഇറാഖിലെ സദാം ഹുസൈന്റെ ചിത്രം ആലേഖനം ചെയ്ത കറൻസികൾ, ഖത്തർ വേൾഡ് കപ്പിന് ഖത്തർ, റഷ്യ, ഫിജി തുടങ്ങിയ രാജ്യങ്ങൾ ഇറക്കിയ കറൻസികൾ, കൊറിയ, സയർ എന്നീ രാജ്യങ്ങളിലെ അൺകട്ട് നോട്ടുകൾ, നിർമ്മാണത്തിൽ അപാകത സംഭവിച്ച ഇന്ത്യയുടെ 1 രൂപ കോയിനുകൾ, 786 അവസാനിക്കുന്ന നമ്പറുള്ള ഇന്ത്യൻ കറൻസികൾ, ഇന്ത്യയിലിറങ്ങിയ ഏകദേശം മുഴുവൻ നോട്ടുകളും കറൻസികളും ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി ഹാഷിർ തന്റെ ശേഖരത്തിൽ എത്തിച്ചിട്ടുണ്ട്. നിലവിലുള്ള രാജ്യങ്ങൾക്ക് പുറമെ പേരുമാറിയ രാജ്യങ്ങൾ, ലയിച്ച രാജ്യങ്ങൾ, ഇല്ലാതായ രാജ്യങ്ങൾ, ലോക നേതാക്കളെ ആലേഖനം ചെയ്ത കറൻസികളും നാണയങ്ങളും തുടങ്ങി വ്യത്യസ്തങ്ങളായ 5000-ൽ പരം കറൻസികളും നാണയങ്ങളുമാണ് ഹാഷിറിന്റെ ഈ ഭീമൻ ശേഖരത്തിലുള്ളത്. മുമ്പ് അതായത് സോവിയറ്റ് യൂണിയൻ, പഴയ റഷ്യയുടെ പഴയ വലിയ നോട്ടുണ്ട്, അവരെ തന്നെ സ്റ്റാമ്പ് കറൻസി എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് സൈസിലുള്ള ഒരു കറൻസി ഉണ്ട്. അതുപോലെ ദുബായ്, ഖത്തർ ഒരുമിച്ചുണ്ടായിരുന്നൊരു നോട്ടുണ്ടായിരുന്നു. മസ്കത്ത്, ഒമാൻ ഉപയോഗിച്ചിട്ടുള്ള കറൻസി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒരുമിച്ചിട്ടുണ്ടായിരുന്ന കറൻസി ഉണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാൻ സൗദിക്ക് വേണ്ടിയിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഈ പാകിസ്ഥാൻ ഇറക്കിയ ഒരു കറൻസി ഉണ്ട്, അതെൻ്റെ കയ്യിൽ. ലോകത്ത് ഏറ്റവും സീറോ കൂടിയ കറൻസിയാണ് സിംബാബ്വേയുടെ $100 ട്രില്യൺ, അതെൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ എല്ലാ രാജ്യത്തിൻ്റെയും കോമോറേറ്റീവ് കോയിൻസ്, ഉദാഹരണത്തിന് ഈ ഓസ്ട്രേലിയ പല വർണ്ണങ്ങളിലായിട്ട് ഒരുപാട് കോയിൻ ഇറക്കിയിട്ടുണ്ട്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ ഈ എലിസബത്ത് രാജ്ഞിയുടെ ഫോട്ടോസുള്ള കുറച്ച് കറൻസി ഇറക്കിയിട്ടുണ്ട്, കോയിനാണ്, അതും എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ്റെ 50 സംസ്ഥാനമാണ് നിലവിലുള്ളത്. ആ 50 സംസ്ഥാനവും $50 ഇറക്കിയിട്ടുണ്ട്, അത് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവരുടെ പേരിൽ തന്നെ 50 പാർക്കുകളുണ്ട്, ആ പാർക്കിൻ്റെ പേരിൽ ഇറക്കിയ കോയിനുകളും എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഭ്രാന്തമായി മനസ്സിലെ ഈ ആഗ്രഹത്തിന് പുറകെ പോകുന്നത് നിർത്തുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇല്ല എന്നതാണ് ഹാഷിറിന്റെ ഉത്തരം. ഇതുവരെ കയ്യിൽ ലഭിക്കാത്ത കറൻസികളും നാണയങ്ങളും തേടി ഇനിയും സഞ്ചാരം തുടരാൻ തന്നെയാണ് ഹാഷിറിന്റെ തീരുമാനം. 15 മണിക്കൂർ ഷോപ്പിൽ തന്നെയായിരിക്കും, എങ്ങനെയാലും അങ്ങനെയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ റൂമിൽ പോകും, കുറച്ച് നേരം ഇതിന് കുറച്ച് സമയം ചിലവഴിക്കും. പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാനുള്ള നല്ല താല്പര്യമുണ്ട്. ഈ കറൻസിയെ പറ്റിയിട്ട് ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ ഈ കറൻസിയെ പറ്റി പഠിക്കും. അത് തന്നെയാണ് എൻ്റെ ഹോബി. അറേബ്യ ദിസ് വീക്കിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം.